ശബരിമല കേസ് വന്ന ഒന്നാമത്തെ ദിവസം പ്രതികരിച്ചാളാ ഞാൻ. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ശബരിമലയിൽ അതിൻ്റെ ഭാഗമായിട്ട് ശബരിമല ശാസ്താവിന് അല്ലെങ്കിൽ ശബരിമല അയ്യപ്പന് ഒരു തരി സ്വർണം നഷ്ടപ്പെടാൻ പാടില്ല. അന്നും ഇന്നും ഞങ്ങളുടെ നിലപാടതാണ്. ആ കാര്യം മുഴുവൻ അന്വേഷിച്ച് ആരാണോ ഉത്തരവാദി അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. അതിനുശേഷം ഞാൻ പറഞ്ഞു, ആരാണോ ഉത്തരവാദി എന്നതിൻ്റെ അകത്ത് ആരവുമാവാം. അതുകൊണ്ടാണ് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞത്, ആരായാലും അവരെ സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം CPIM ഏറ്റെടുക്കില്ല. ആവശ്യമായ നിലപാടുകളും നടപടിയും ഞങ്ങൾ സ്വീകരിക്കും. പാർട്ടി അങ്ങനെയാണ് പറഞ്ഞത്, ഗവൺമെൻറ്റും ആ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. അത് തന്നെയാണ് ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നത്. അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം UDFകാർ പറഞ്ഞത് ഈ അന്വേഷണം ശരിയാവില്ല എന്നാണ്. ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് അവർ തന്നെ നിശ്ചയിച്ച സ്പെഷ്യൽ ടീമിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള അന്വേഷണമാണോ SIT. ആ അന്വേഷണം പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് നിയമസഭാ സമ്മേളനം മുഴുവൻ അവർ യഥാർത്ഥത്തിൽ അവസാനിപ്പിച്ചത്. ഒരു സമ്മേളനത്തിലും അവർ പങ്കെടുത്തില്ല. രാവിലെ വന്ന് അവിടെ ഉടനെ CBI അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് പോവുകയാണ്. എന്തേ CBI അന്വേഷണം ഇപ്പോൾ അവർ പറയുന്നില്ല? ഇപ്പോഴും അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കും. ഞങ്ങൾക്കതിൽ ഒരു വിട്ടുവീഴ്ചയില്ല. ഞങ്ങൾ ഉറച്ച നിലപാടാണ്, ശാക്തിയായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യും. പക്ഷേ ഒരു കൃത്യമായ ബന്ധു ശരിയാവണം. പകുതി വേണ്ട. ആരുടെയെങ്കിലും പത്രത്തിലെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയിട്ട് നടപടിയെടുക്കുന്ന പാർട്ടിയല്ല CPIM. ഞങ്ങൾ നടപടിയെടുക്കും, ആവശ്യമായ നടപടി സ്വീകരിക്കും. ഒരു സംശയവും വേണം. വരട്ടെ, എല്ലാ വിവരങ്ങളും വരട്ടെ. ഞങ്ങൾക്കല്ല സംശയം, അവരല്ലേ അന്വേഷിക്കേണ്ടത്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാം. അതാ പറഞ്ഞത്, എല്ലാ വിവരവും വരട്ടെ. വന്നാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം CPIMൻ്റെ ഒരു പാർട്ടി മെമ്പർ ഉൾപ്പെടെയുള്ള ഒരാളെയും ഞങ്ങളതിൽ നിന്ന് സംരക്ഷിക്കൂല.